ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അൽഫയും ഒമേഗയും, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തനായ ദൈവമായ ക്രിസ്തേശുവിൻ്റെ ധന്യനാമത്തിൽ എഡിഫയിങ് തോട്ട്സിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഉൽപ്പത്തിയിലെ ഉറവകൾ, സ്പ്രിങ്സ് ഓഫ് ജനസിസ് എന്ന ശീർഷകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചന പഠന പരമ്പരയുടെ 12ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് പാപം മനുഷ്യനിൽ പ്രവേശിക്കുന്ന വളരെ ശോചനീയമായ ചിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. സാത്താന്റെ പ്രലോഭനങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് അതിനോടുള്ള ബന്ധത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ സൃഷ്ടിയെക്കുറിച്ചും ദൈവസൃഷ്ടിയായ മനുഷ്യൻ പാപത്തിൽ വീണതിനെക്കുറിച്ചും സാത്താൻ ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ചതിനെക്കുറിച്ചും അനേക ചോദ്യങ്ങൾ ഉത്തരം ലഭിക്കാത്തതായി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചപ്പോൾ അവിടെ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം എന്നുള്ള ഒരു വൃക്ഷം വയ്ക്കുവാനായിട്ടിടയായി തീർന്നത്? ചിലർ ചോദിക്കുന്നത് പോലെ, ദൈവമാണോ മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ ഇടയാക്കിയത്? ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. ദൈവത്തിന് തീർച്ചയായിട്ടും, സർവശക്തനായ ദൈവത്തിന് മനുഷ്യനെ ഒരു റോബോട്ടിനെ പോലെ സൃഷ്ടിക്കാമായിരുന്നു. ദൈവം പറയുന്നത് എന്തും അനുസരിക്കുന്ന മനുഷ്യൻ. എന്നാൽ സർവജ്ഞാനിയായ ദൈവം, പരിശുദ്ധനായ ദൈവം മനുഷ്യനെ ഒരു സ്വതന്ത്ര ജീവിയായിട്ടാണ് സൃഷ്ടിച്ചത്. അതുമാത്രമല്ല, ദൈവത്തിന്റെ തനതായ ഗുണങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, പരിശുദ്ധി, അങ്ങനെ അനേക ഗുണങ്ങൾ മനുഷ്യനിലേക്ക് പകർന്ന് നൽകുവാനും ഇടയായി തീർന്നു. വലിയവനായ ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്: താൻ നൽകിയ ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ നല്ലതിനെ തിരഞ്ഞെടുത്ത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കണമെന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു പരീക്ഷയാണ്, അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ഒരു ടെസ്റ്റാണ് അവിടെ വെച്ചിരുന്നത്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം. ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം, അതിൽ പാപമുണ്ടായിരുന്നോ? പ്രിയമുള്ളവരെ, അത് കേവലം ഒരു വൃക്ഷമായിരുന്നു, അറിവിന്റെ വൃക്ഷമായിരുന്നു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷം. അത് തെറ്റായ അറിവല്ല. 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം?
ഈ അറിവ് ദൈവത്തിന് ഉള്ള അറിവാണ്. എന്നാൽ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയപ്പോൾ ഈ അറിവ് മനുഷ്യന് ഉണ്ടാകുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഏദൻ തോട്ടത്തിൽ, ദൈവത്തിന്റെ തോട്ടമായിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ വസിക്കുന്ന മനുഷ്യന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് ആവശ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്താണ് അതിന്റെ അർത്ഥം? കേവലം ശാരീരികമായിരിക്കുന്ന ഒരു മരണമല്ല, മറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിൽ നിന്നുള്ള സെപ്പറേഷൻ. ഡെത്ത് ഈസ് എ സെപ്പറേഷൻ ഫ്രം ഗാഡ്. അത് മാത്രമല്ല, ദൈവത്തിന്റെ തോട്ടമായിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ നിന്നുള്ള സെപ്പറേഷൻ. എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് യൗവനക്കാരെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയുവാനായിട്ടുള്ളത്, അനേക അറിവുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഓരോ അറിവിനും ഓരോ പ്രായമുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഗവൺമെന്റ് പോലും പ്രായപൂർത്തിയായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു യുവാവിനെയും യുവതിയെയും സംബന്ധിച്ചിടത്തോളം വിവാഹം ചെയ്യുവാനായിട്ട് ഒരു വയസ്സ് വെച്ചിരിക്കുകയാണ്. അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഒരു യുവാവിനും യുവതിക്ക് ലഭിക്കുമെങ്കിലും ഗവൺമെന്റ് പോലും അതിനൊരു സമയം വെച്ചിരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ഗവൺമെന്റ് പോലും ചില അറിവുകൾക്ക് സമയം വെച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ദൈവവും ചെയ്തത്. ഏദൻ തോട്ടത്തിൽ ഈ അറിവ് ലഭിക്കുവാനുള്ള പക്വത ആദമിനും ഹവ്വയ്ക്കുമില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, അത് തിന്നരുത്. തിന്നുന്ന നാളിൽ അത് ദൈവത്തോടുള്ളതായിരിക്കുന്ന അനുസരണക്കേടായി മാറും. യൗവനക്കാരെ, ടീനേജേഴ്സ്, those who are listening me, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ദൈവം നിങ്ങൾക്ക് മാതാപിതാക്കളെ നൽകിയിരിക്കുകയാണ്. അവരെ അനുസരിക്കുവാനുള്ളൊരു കാലം വെച്ചിരിക്കുന്നത് വലിയവനായ ദൈവമാണ്. അവരെ നിങ്ങൾ അനുസരിച്ചേ പറ്റുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ നിയമമാണ്. അനുസരിക്കാത്തവർക്ക് മരണം സംഭവിക്കുന്നു. അതിൻ്റെ അർത്ഥം സെപ്പറേഷൻ, ജഡ്ജ്മെന്റ്, ന്യായവിധി നടക്കുന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവം തൻ്റെ ഗുണങ്ങൾ നൽകി സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യനെ കേവലം ഒരു റോബോട്ടിനെ പോലെ സൃഷ്ടിക്കാതെ സ്വാതന്ത്ര്യം നൽകി നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് നൽകി. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ ദൈവം ആഗ്രഹിക്കാത്തതായിരിക്കുന്ന തിന്മകൾ തിരഞ്ഞെടുക്കുവാനായിട്ട്, ദൈവം മനുഷ്യന് നൽകുവാനായിട്ട് ആഗ്രഹമില്ലാത്തതായിരിക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം സാത്താന്റെ പ്രലോഭനത്തിൽ വഴങ്ങി പറിച്ച് തിന്നുവാനും അനുസരണക്കേടിന്റെ ഫലം ഉണ്ടാകുവാനും ഇടയായിത്തീർന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ചതായിരിക്കുന്നൊരു കാര്യമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ പാപം ചെയ്യും എന്നുള്ളത്. തീർച്ചയായിട്ടും സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാമായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് സർവജ്ഞാനിയായ ദൈവം മനുഷ്യൻ പാപം ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും മനുഷ്യനെ സൃഷ്ടിച്ചു? ദൈവം അവിടെ കാണിച്ചതായിരിക്കുന്ന വലിയ സ്നേഹത്തിന്റെ പ്രവൃത്തി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ തീർച്ചയായിട്ടും പാപം ചെയ്യുമെന്ന് മാത്രമല്ല ദൈവത്തിന് അറിയാവുന്നത്, മറിച്ച് പാപം ചെയ്യുന്ന മനുഷ്യനെ വീണ്ടും ദൈവത്തിങ്കലേക്ക് നിരപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്ന്
മനുഷ്യന്റെ പാപത്തിനു വേണ്ടി മരിക്കണമെന്നുള്ളതും ദൈവത്തിന് അറിയാമായിരുന്നു. അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ഇത്ര വലിയ ജ്ഞാനമുണ്ടായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം നമ്മെ മനോഹരമായി സൃഷ്ടിച്ചു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. എത്ര വലിയ സ്നേഹമാണിത്! ലോക സ്ഥാപനത്തിന് മുൻപാകെ തന്റെ സ്വന്തം പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി തരുവാൻ ദൈവം നിശ്ചയിച്ചിരുന്നു. ദൈവത്തിന്റെ സ്നേഹമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നോക്കുക. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എന്താണ് ദൈവത്തിന്റെ പ്രതികരണം? ഇവിടെ 4 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അതിന്റെ 8-ാം വാക്യത്തിൽ, 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവൻ കേട്ടു. He came to them. പാപം ചെയ്ത മനുഷ്യന്റെ അടുത്തേക്ക് വരുന്ന ദൈവം, മനുഷ്യനെ ദൈവം ശപിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതിന് മുൻപായിട്ട് ദൈവം ആദാമിന്റെയും ഹൗവയുടെയും അടുത്തേക്ക് ഏദൻ തോട്ടത്തിലേക്ക് വരുന്ന ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ വലിയ കരുതലിന്റെ, ദൈവത്തിന്റെ മനുഷ്യനോടുള്ളതായിരിക്കുന്ന വലിയ ആ കരുതലിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ആദമിന്റെയും ഹൗവയുടെയും അടുത്തേക്ക് വരുന്ന ദൈവം. അത് മാത്രമല്ല, 8-ാം വാക്യത്തിൽ, 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ച് നീ എവിടെ എന്ന് ചോദിച്ചു. He called them. He came to them. He called them. ദൈവം മനുഷ്യന്റെ അടുത്ത് വന്ന് മനുഷ്യൻ തന്നിൽ നിന്ന് ഒളിച്ചു എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുകയല്ല, മനുഷ്യനെ വിളിക്കുന്ന ദൈവം. ഓ, എത്ര വലിയ ദൈവമാണ്! പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ആദമേ, നീ എവിടെ എന്ന് ചോദിക്കുന്ന ദൈവം. കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ വന്നപ്പോൾ ഇങ്ങനെയാണ് വിളിച്ചത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. പാപിയായ മനുഷ്യനെ വിളിച്ച കർത്താവ്, രോഗിയായ മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയ കർത്താവ്, മരിച്ചവനെ ഉയർപ്പിച്ച കർത്താവ്, പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ് ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്: എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, വലിയവനായ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. 3-ാമത്തെ കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവം ഇവിടെ അവരെ ശിക്ഷിക്കുകയാണ്. He punished them. ആദ്യമായിട്ട് പാമ്പിനെ ശപിച്ചു, രണ്ടാമതായിട്ട് സ്ത്രീയെ ശപിച്ചു, 3-ാമതായിട്ട് മനുഷ്യനെ ശപിക്കുകയാണ്, ആദമിനെ ശപിക്കുകയാണ്. പാപം ചെയ്തതായിരിക്കുന്ന അതേ ഓർഡറിൽ ദൈവം ഇവിടെ ശിക്ഷ നൽകുകയാണ്. എന്നാൽ അവിടെയും നമ്മെ സന്തോഷിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം, 14 മുതൽ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ 18-ാം വാക്യം വരെ ദൈവം ശാപത്തിൻ്റെതായിരിക്കുന്ന വാക്കുകൾ പാപത്തിന് വിരോധമായിട്ട്, അവിടെ ദൈവം പാപത്തിന് വിരോധമായിട്ട് ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ അതിന്റെ മധ്യത്തിൽ ഒരു കാര്യം പറഞ്ഞു. 15-ാം വാക്യത്തിൽ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. നീ അവന്റെ കുതികാൽ തകർക്കും. മനോഹരമായിരിക്കുന്ന ഒരു പ്രൊഫസി കൂടെ ദൈവം ഇവിടെ അതിന്റെ കൂടെ നൽകിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു സാത്താന്റെ കുതികാൽ കാൽവരി ക്രൂശിൽ തകർക്കുവാനായിട്ടിടയായിത്തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ,
ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവനാകുന്നു. വലിയവനായ ദൈവത്തിന്റെ നാലാമത്തെ റെസ്പോൺസ്, നാലാമത്തെ പ്രതികരണം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 21-ാം വാക്യത്തിൽ, യഹോവയായ ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. He covered them. He came to them. He called them. He punished them. He covered them. ദൈവം അവരെ മറക്കുന്നതായിരിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സങ്കീർത്തനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. കാൽവറി ക്രൂശിലേക്ക് നോക്കുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ പുത്രൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്ന് കാൽവറി ക്രൂശിൽ കയറി നമ്മുടെ പാപങ്ങളെ മുഴുവൻ ചുമന്ന് നീക്കുന്ന ചിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പാപങ്ങളെ മറക്കുന്ന വലിയവനായ ദൈവം, പാപത്തിന്റെ ഭാരം ചുമന്ന് ജീവിക്കുന്നതായിരിക്കുന്ന മനുഷ്യ, നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ വിളിച്ച് നിന്റെ ശിഷ്യകൾ മുഴുവൻ തന്റെ ചുമലിലേറ്റി നിന്റെ പാപത്തെ മറക്കുന്ന കർത്താവാണ് വലിയവനായ കർത്താവ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 3 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ നമ്മെ ശിക്ഷ വിധിക്കുന്നത് ആര്? ദൈവത്തിൻ്റെതായിരിക്കുന്ന അഭിഷക്തന് മുഖാന്തരമായിട്ട് വിരോധമായിട്ട് ആര് ശിക്ഷ വിധിക്കും? ആർക്കും ഇനി ശിക്ഷ വിധിക്കുവാനായിട്ട് കഴിയുകയില്ല. ആർക്കും നമ്മെ ബ്ലെയിം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. കാരണം നമ്മുടേതായിരിക്കുന്ന ശിക്ഷാവിധി മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ശിരസിൽ ഏറ്റുകൊണ്ട് നമ്മെ നമ്മുടേതായിരിക്കുന്ന പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതേ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. ഞാൻ ആ വാക്യം വായിക്കാം. 34-ാമത്തെ വാക്യം, ശിക്ഷ വിധിക്കുന്നത് ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ശിക്ഷ വിധിക്കുവാൻ ആരുമില്ല. 33-ാമത്തെ വാക്യത്തിൽ, ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ആര് ശിക്ഷ വിധിക്കും? എന്നിട്ട് 35-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആര് വേർപിരിക്കും? എന്ത് വേർപിരിക്കും? ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ പാപം വേർപിരിച്ചു. എന്നാൽ ഇന്ന് ആ പാപത്തിന്റെ പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. കർത്താവിൽ വിശ്വസിക്കുന്നവനെ ഇനി ഇന്ന് കുറ്റം വിധിക്കുവാനായിട്ടോ ശിക്ഷ വിധിക്കുവാനായിട്ടോ വേർപിരിക്കുവാനായിട്ടോ ആർക്കും സാധ്യമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നീ തന്നതെല്ലാം ഞാൻ സ്വീകരിച്ചു, ഒന്നു നീ തിരികെ ചോദിച്ച. നീ തന്നതെല്ലാം ഞാൻ സ്വീകരിച്ചു, ഒന്നു നീ തിരികെ ചോദിച്ച. പൂർണ്ണമാനസേ നൽകിടും നിനക്കായി എണ്ണമില്ല നന്മ ചൊരിഞ്ഞവനേ. പൂർണ്ണമാനസേ നൽകിടും നിനക്കായി എണ്ണമില്ല നന്മ ചൊരിഞ്ഞവനേ. നീ തന്നതെല്ലാം ഞാൻ സ്വീകരിച്ചു, ഒന്നു നീ തിരികെ ചോദിച്ച. നീ തന്നതല്ലാതെന്തെനിക്കുള്ളൂ,
പ്രിയമോടേറ്റം ഞാൻ സ്നേഹിക്കും. ഒന്നു നീ തിരികെ ചോദിച്ചാൽ, പ്രിയമോടേറ്റം ഞാൻ സ്നേഹിക്കും. ഒന്നു നീ തിരികെ ചോദിച്ചാൽ, ക്ലേശമെന്നെ ഞാൻ അർപ്പിക്കും പാദത്തിൽ. കൺമണി പോലെന്നെ കരുതിയോനേ, ക്ലേശമെന്നെ ഞാൻ അർപ്പിക്കും പാദത്തിൽ. കൺമണി പോലെന്നെ കരുതിയോനേ, നീ തന്നതെല്ലാം ഞാൻ സ്വീകരിച്ചു. ഒന്നു നീ തിരികെ ചോദിച്ചാൽ, നീ തന്നതെല്ലാം ഞാൻ സ്വീകരിച്ചു. ഒന്നു നീ തിരികെ ചോദിച്ചാൽ, പൂർണ്ണമായി